ഹലോ ഫാമിലി, ഗുഡ് മോർണിംഗ്. ഞാനപ്പോഴേ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ തീരത്തില്ല. അതേ ബാക്കി കൂടി എടുത്ത് നടക്കണമൊക്കെ കുറേ ഉണ്ട്. ഒരു 3-4 പാർട്ടെങ്കിലും ചെയ്യേണ്ട വരും ചിലപ്പോൾ ഡേ ഇൻ മൈ ലൈഫ്. ഞാൻ ഓടുന്ന ഓട്ടോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് നമ്മളുടെ മോർണിംഗ് കാണിക്കാം, മോർണിംഗ് സമയം കാണിക്കാം. അപ്പോൾ ചോദിക്കും എണീറ്റ് ഫ്രഷായി അതാണ് ഞാൻ തന്നെ വേണ്ടേ ക്യാമറ ഓൺ ചെയ്യാനായിട്ട്? അല്ലാതെ നമ്മളിങ്ങനെ കണ്ണടച്ച് കിടക്കുമ്പോൾ ഹലോ ഗുഡ് മോർണിംഗ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇവിടെ ആരുമില്ല. അപ്പോൾ ഞാൻ തന്നെ എണീറ്റ് ഞാൻ തന്നെ ബ്രഷ് ചെയ്ത് മുഖമൊക്കെ കഴുകി ഇന്ന് അപ്പം ഉണ്ടാക്കാം. അപ്പത്തിന് നമ്മുടെ അമൃത കൊച്ച് അതൊക്കെ റെഡിയാക്കി വെച്ച് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അപ്പം ഉണ്ടാക്കാം. കേൾക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാകും. കേൾക്കാൻ ബുദ്ധിമുട്ടുള്ളതിനൊക്കെ ഞാൻ വോയിസ് ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കിന്ന് അപ്പം ഉണ്ടാക്കാം. അപ്പം ഉണ്ടാക്കുന്നത് കാണിച്ചിടാം. എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ ഇല്ലേ? ഇത് ഇന്നലെ ബീഫായിരുന്നു കേട്ടോ. ഇന്നത്തെ ബീഫാണ് കേട്ടോ. പാലപ്പച്ചട്ടി അവിടെ നിന്ന് ചൂടാവട്ടെ കേട്ടോ. അപ്പോഴേക്കും നമുക്ക് ചായക്ക് വെക്കാം. കാരണം ഞാൻ രാവിലെ എനിക്ക് ഇച്ചിരി ചായ വേണം. കാരണം എനിക്ക് ഒരു ഉഷാർ കിട്ടണമെങ്കിൽ ചായ വേണം. എപ്പോഴും ഞാൻ വിചാരിക്കും ചായയും കാപ്പിയൊക്കെ നിർത്തണം എന്ന്. അപ്പോൾ ചായക്ക് വെള്ളം വെച്ചു. ഇനി അവിടെ കിടന്ന് തിളക്കട്ടെ. അതിൻ്റെ ഇടയ്ക്ക് ഋഷിക്ക് ഞാൻ കുറച്ച് പാലും വെള്ളം കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഡോഗ്സിന് പാൽ അധികം കൊടുക്കാത്തതാണ് നല്ലത്. പാൽ ഇപ്പോൾ ഒരു ഗ്ലാസ് പാലാണെങ്കിൽ ഇരട്ടി വെള്ളം ഒഴിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഋഷിക്ക് ഇച്ചിരി വെയിറ്റ് കുറവുണ്ട്. അപ്പോൾ അതുകൊണ്ട് രാവിലെ അവന് ഇച്ചിരി പാലും വെള്ളമൊക്കെ കൊടുക്കും. അവൻ്റെ ഫുഡ് കഴിച്ച് തുടങ്ങിയിട്ടില്ല. ആൾ ഡോഗ് ഫുഡിനോട് വലിയ താല്പര്യമില്ല. അപ്പോൾ ഇച്ചിരിയൊക്കെ അവന് ഡോഗ് ഫുഡ് അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കഴിക്കുന്നുണ്ട്. പക്ഷേ രാത്രി ഞാൻ നിർബന്ധിച്ച് അവനെ കഴിപ്പിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ വീഡിയോ ശരിക്കും പറഞ്ഞാൽ എടുക്കുന്നത് നമ്മുടെ വയനാട്ടിലത്തെ പ്രശ്നമൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പാണ്. അപ്പോൾ മഴ കൂടിയ സമയത്ത് നമ്മുടെ അന്നാമ്മയ്ക്ക് ഒരു ദിവസം കുറേ ദിവസമൊക്കെ നമുക്ക് ക്ലാസ് ഉണ്ടായിരുന്നില്ല. ആ ഒരു ദിവസമാണിട്ടത്. അപ്പോൾ തലേ ദിവസം ഇവിടെ അപ്പത്തിനൊക്കെ തലേ ദിവസം കലക്കി വെക്കും. എന്നിട്ടത് പൊങ്ങി വരുമ്പോൾ നമ്മളെടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കും. അപ്പോൾ രാവിലെ നമുക്ക് ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പോൾ ഞാൻ തലേ ദിവസം ബീഫായിരുന്നു. അപ്പോൾ ബീഫ് കുറച്ച് റോസ്റ്റ് ചെയ്ത് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ബീഫ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര നെയ്യായിരുന്നു. പിന്നെ കുറച്ച് നെയ്യൊക്കെ വേണമല്ലോ. അത് അപകടം തന്നെയാണ്, അത് വേറെ കാര്യം. അപ്പോൾ ഞാൻ വിചാരിച്ചു അന്നമ്മ കുറച്ച് ദിവസമായി പറയുന്നത് നമുക്ക് സ്റ്റൂ ഉണ്ടാക്കണം എന്ന്. അപ്പോൾ ഞാൻ കരുതി കുറച്ച് ഉരുളക്കിഴങ്ങും ക്യാരറ്റൊക്കെ അവിടെ ഇരിക്കണ്ടായിരുന്നു. ഉരുളക്കിഴങ്ങിനൊക്കെ മുള വന്നു. പിന്നെ ഞാൻ കരുതി മുള വന്ന സാധനങ്ങളൊക്കെ നല്ലതെന്നല്ലേ പറയണേ. അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് അരിഞ്ഞ് ബീഫ് സ്റ്റൂ ഉണ്ടാക്കാം എന്ന് കരുതി. പിന്നെ ഞാൻ പറയാൻ വന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു രാവിലത്തെ ഒരു സമയമാണ് എൻ്റെ. കാരണം ഫുൾ ഡേ എങ്ങനെ ഞാൻ വർക്കൗട്ട് ചെയ്യുമെന്ന് ആലോചിക്കുന്നത്. കാരണം ഫുൾ ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മണിക്കൂർ കൊണ്ടൊന്നും തീരത്തില്ല. അപ്പം ഞാൻ വിചാരിച്ചു രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം അങ്ങനെ ചെയ്യാമെന്ന് കരുതി കേട്ടോ. പിന്നെ നമ്മുടെ ബാക്ക് സൈഡാണിത്. ഈ മതിൽ വരെയാണ് നമ്മളെ സ്ഥലമുള്ളത്. ബാക്ക് സൈഡ് നല്ല പച്ചപ്പാണ്. ജനലൊക്കെ തുറന്നിടുമ്പോൾ നല്ല. ഞാനിപ്പോൾ എണീറ്റിരിക്കുന്നത്, ഞാൻ എപ്പോഴും എണീറ്റിരിക്കുന്നത് ഒരു 6:15 ആവും. 6:15 എണീറ്റ് കഴിഞ്ഞാൽ അന്നമ്മയ്ക്ക് 8 മണിക്കാണ് വാൻ വരുന്നത് കേട്ടോ. ഇതിപ്പോൾ അന്നമ്മയ്ക്ക് ക്ലാസ് ഇല്ലാത്ത ദിവസമായതുകൊണ്ട് ഞങ്ങളൊരു 7-8 മണി വരെ കിടന്നുറങ്ങും. എന്നാലും കണ്ണ് കറക്റ്റ് 6:30 ആകുമ്പോൾ കണ്ണ് തുറക്കും. അപ്പോൾ ഈ ക്യാരറ്റ് എല്ലാവരും മറ്റേ സ്ക്വയറായിട്ടല്ലേ അരിയുന്നത്. പക്ഷെ ഞാൻ ഏത് സിനിമയാണ് കണ്ടത്? നമ്മുടെ മഴവില്ലാണോ? മഴവില്ലാന്ന് തോന്നുന്നു. മറ്റേ കുഞ്ചാക്കോ ബോബനും വിനീത് ഒക്കെ ഉള്ള ഒരു സിനിമയിൽ ആ പെങ്കൊച്ചിനെ ക്യാരറ്റ് റൗണ്ടിൽ അരിയിപ്പിക്കില്ലേ. അപ്പോൾ അതിനുശേഷം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ റൗണ്ടിൽ അരിഞ്ഞ് കാണാൻ നല്ല ഭംഗിയല്ലേ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഋഷി അതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ നടക്കുന്നത് കാണാമല്ലോ അല്ലേ ഋഷിനെ. അപ്പോൾ എല്ലാവരും കുറച്ച് പേര് ചോദിച്ചിട്ട് ഋഷിനോട് മാത്രം സ്നേഹം കൂടിയോന്ന്. അങ്ങനെയല്ല. അവന് 1.5 വയസ്സായി. 1.5 വയസ്സെന്ന് പറഞ്ഞാൽ നമ്മളൊരു 10-13 വയസ്സിൻ്റെ പ്രായമാണ്. അപ്പോൾ അവൻ്റെ വീട്ടിൽ നിന്ന് വന്നു. അവനറിയാം അവൻ്റെ വീട്ടുകാരുണ്ടായതും എന്തുകൊണ്ടാണ് അവരെന്നോട് കൊണ്ടുവന്നാക്കിയത്. അപ്പോൾ അങ്ങനെ ഒരു കൺഫ്യൂഷനുള്ളൊരു സമയമാണ് ഇപ്പോൾ. അപ്പോൾ അവന് കൂടുതൽ കെയർ കൊടുത്ത് അവന് മറക്കാനും അതിൽ നിന്നൊക്കെ റിക്കവർ ചെയ്യാൻ നമ്മൾ കൂടെ തന്നെ നിർത്തണം. സെയിം ടൈം നമ്മളെ വീടിൻ്റെ റുട്ടീനിലേക്ക് കുറച്ച് മാറ്റണം. അപ്പോൾ ആൾക്ക് ഫുഡിൻ്റെ കുറച്ച് കുറവുണ്ട്. കാരണം പുള്ളിക്ക് ടിക് ഫീവറൊക്കെ ഒന്നുകൊണ്ട് ഫുഡ് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവൻ വളരെ കുറച്ചാണ് ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അവനെ കൂടെ നിർത്തി. നമ്മളൊന്നും ഉപദ്രവകാരികളല്ല, നമ്മളെല്ലാവരും അവൻ്റെ സ്വന്തമാണെന്നൊക്കെ വരുത്താനാണ് അവനെ കൂടെ നടക്കുന്നത്. മറ്റവന്മാർക്കെന്ന് വെച്ചാൽ അറിയാം ഇത് അവൻ്റെ വീടാണ്, അവരുടെ വീടാണ്, ഇവൻ ഗസ്റ്റാണെന്നുള്ള ആറ്റിറ്റ്യൂഡിലാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ അവരും ഇവനും കൂടി ഒരുമിച്ച് ഇറങ്ങുന്നത് വൈകുന്നേരമാണ്. അപ്പോൾ ഇവന് കുറച്ച് കെയർ കൂടുതൽ വേണം കേട്ടോ. കണ്ട ബീഫിൻ്റെ കളർ കണ്ടായിരുന്നു, നെയ്യായിരുന്നു. അപ്പോൾ ബീഫ് ഇട്ട് അതിൻ്റെ മേളിൽ തന്നെ
നമ്മളെ സ്റ്റൂവിനുള്ള കഷ്ണങ്ങളൊക്കെ ഇട്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ സ്റ്റൂ എന്ന് പറയുന്നത് ഇഷ്ടൂ എന്നൊക്കെ പറയും കേട്ടോ. ഞങ്ങൾ പള്ളിപ്പുറംകാർ ഇഷ്ടൂ എന്നൊക്കെ പറയും. അപ്പോൾ ഇതൊരു ഡ്യൂപ്ലിക്കേറ്റാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് ഞാൻ ഉണ്ടാക്കുന്ന വേറൊരു ടൈപ്പാണ്. പക്ഷേ ഇന്ന് ഇതിപ്പോൾ അന്നമ്മനെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ഉണ്ടാക്കലാണ് കേട്ടോ. അപ്പോൾ അതവിടെ കിടന്ന് വേവട്ടെ. അപ്പവും വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ നിന്ന് നേരെ വന്ന് ഋഷിക്കുട്ടനെ നമ്മൾ സിറ്റ് ഔട്ടിലാണ് കിടത്തുന്നത്. കുറച്ച് നാൾ അവൻ ആൾക്കാരെയൊക്കെ കണ്ട് അവൻ ആരെയും ഉപദ്രവിക്കത്തില്ല, അവനും ആരെയും ഉപദ്രവിക്കാതെ കുറച്ചൊന്ന് കൺട്രോൾഡ് ആവണം. അവനെന്തായാലും ആദ്യം ഡോഗ്സിൻ്റെ ജോലി എന്ന് പറയുന്നത് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ്. അത് അവർ ചെയ്യും. അപ്പോൾ കുറേ കാര്യങ്ങൾ അവൻ നമ്മളായിട്ട് ഇണങ്ങാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരായിട്ടൊന്നും കമ്പനി ആയിക്കോട്ടെ എന്ന് കരുതിയാണ് അവനവിടെ നിർത്തിയത്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ അവന് പുൽത്തൈലം ഉപയോഗിച്ചിട്ടാണ് കേട്ടോ അവൻ്റെ അവിടെ വാഷ് ചെയ്യണം. കാരണം അവർക്ക് അങ്ങനെ സ്കിന്നിന് പ്രശ്നമൊന്നും ഈ പുൽത്തൈലം ഉപയോഗിക്കുമ്പോൾ വരാറില്ല. അപ്പോൾ അവൻ്റെ അവിടെ തുടച്ചൊക്കെ ഇട്ട് കൊടുത്തു. പുള്ളിക്കാരനെ കൂടി കുറച്ചേരം ഒന്ന് കളിച്ച് നമ്മൾ ഒളിച്ചേ പാത്തേന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇഷ്ടം പുള്ളിക്കാരന്. അപ്പോൾ പുള്ളിക്കാരനെ അങ്ങനെ കുറച്ച് നേരം വട്ടാക്കിയിട്ട് ഞാൻ പോകാൻ പോയപ്പോഴേക്കും തള്ളേ നിങ്ങൾ എന്നെ ഇവിടെ കെട്ടിയിട്ട് പോവാണോ എന്ന രീതി വന്നപ്പോൾ ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് പോകുന്നു കേട്ടോ. അപ്പോഴേക്കും ഞങ്ങളെ അമ്മമാർക്ക് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ വീട്ടിലുണ്ടാവും. എന്തുണ്ടാക്കുമ്പോഴും ഇപ്പം അപ്പം ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് ഒരെണ്ണം കരിക്കണം. കണ്ടോ, ആ അപ്പം വെച്ചിട്ടാണ് ഞാൻ അവിടെ പോയത്. അപ്പോൾ ഒരെണ്ണം കരിഞ്ഞട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു അതൊരു ദൃഷ്ടി കിട്ടാതിരിക്കാൻ വേണ്ടി മാറ്റി വെച്ചു. അപ്പോഴേക്കും ചായപ്പൊടിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാനിവിടെ പാൽപ്പൊടിയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. പാൽ ചായ വളരെ കുറവാണ് കേട്ടോ. പാൽപ്പൊടി അത്ര നല്ലതൊന്നുമല്ല, എന്നാലും ഞാൻ ചെയ്യുന്നത് പലതും നല്ലതല്ല കേട്ടോ. അതുകൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്നെ ഫോളോ ചെയ്യേ വേണ്ട. അപ്പോൾ പിന്നെയെന്ന് വെച്ചാൽ എനിക്ക് ചായ എപ്പോഴും ഇങ്ങനെ സ്പൂണിട്ട് ഇളക്കണതിനേക്കാളും എനിക്ക് ഇങ്ങനെ ഒന്ന് രണ്ടായിട്ട് ഇങ്ങനെ പതഞ്ഞു വരും. എന്നിട്ട് ആ ചായ എടുത്ത് കുടിക്കുമ്പോൾ അത് മറ്റേ സ്പൂണിട്ട് ഇതാക്കുന്നത് നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നമ്മൾ ഈ വൈറ്റ് കണ്ടോ, നമ്മളെ കിച്ചണിൻ്റെ ആ ഒരു സ്ലാബ് കണ്ടായിരുന്നു, വൈറ്റ് ടൈലാണ് ഇട്ടത്. എൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് ഇട്ടതാണ് കേട്ടോ അത്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഒരു 5 വർഷത്തിനുള്ളിൽ അത് ഇങ്ങനെ അവർ പറയും ചെറിയ മാർക്കൊക്കെ ഒന്നും വരില്ല, നമ്മളൊന്നും അവിടെ ഇട്ട് കത്തിയും കൊണ്ട് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ എന്നാൽ പോലും ചെറിയ സ്ക്രാച്ചൊക്കെ വീടും കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചിട്ട് 5 വർഷമെങ്കിലും എൻ്റെ ഒരു ആഗ്രഹമല്ലേ, അത് ഉപയോഗിക്കാമെന്ന് കരുതിയിട്ടാണ് വൈറ്റ് ഇട്ടത്. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഇതിൻ്റെ പാക്ക് വീഡിയോ ഇട്ടിട്ടുണ്ട്, എന്തൊക്കെയാണ് ഞാൻ മിക്സ് ചെയ്തെന്നുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊന്ന് കാണണം കേട്ടോ. ആ മിക്സിങ്ങിൻ്റെ കൂടെ ഞാൻ എന്ത് ചെയ്ത് 40 വയസ്സൊക്കെ ആയില്ലേ, ചെറിയ സാഗിങ് ഒക്കെ തുടങ്ങുന്ന പ്രായമാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് മുട്ടയുടെ വെള്ളയും കൂടി ഇതിൻ്റെ കൂടെ ഇട്ടായിരുന്നു. അതായത് ഞാൻ ഈ മിക്സ് ചെയ്ത പൗഡറിൻ്റെ കൂടെ മുട്ടയുടെ വെള്ളയും കൂടി മിക്സ് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചു. അപ്പോൾ നല്ല തണുത്തിരിക്കും. അപ്പോൾ ഇത് കാണാത്തവരുണ്ടെങ്കിൽ നല്ലൊരു പാക്കാണ് കേട്ടോ. എൻ്റെ സ്കിൻ പോലെ എനിക്ക് എന്ത് തൊട്ട് കഴിഞ്ഞാലും കുരു വരും, മാർക്ക് വരും, ഓയിലി ഉണ്ട്, അങ്ങനത്തെ പ്രശ്നമുള്ളവർക്കൊക്കെ തേക്കാൻ പറ്റിയൊരു അടിപൊളിയാണ്. ചെറിയൊരു ഫ്രഷ്നെസ് കിട്ടും, നല്ല ഈ തരി പോലത്തേക്ക് അങ്ങ് പോകും, അടിപൊളിയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് നമ്മുടെ സ്റ്റൂവിനുള്ള കുറച്ച് സവാള അങ്ങ് വേഗം കണ്ടമ്പോൾ അരിഞ്ഞു വെച്ചു. പിന്നെ സ്റ്റൂവിന് നമ്മൾ അധികം മസാലകളൊന്നും ഇല്ലാത്തൊരു കറിയാണ്, വെള്ളക്കറി കണ്ടിട്ടില്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കരയാമ്പും പട്ടയും ഒക്കെ അങ്ങനെ എന്നെ ആ സൈഡിൽ കണ്ടോ അതാ വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതങ്ങനെ വെച്ചു. ആ വെച്ച വഴിക്ക് ഞാൻ എവിടെ പോയി എന്നല്ലേ നോക്കുന്നത്, ഞാൻ അപ്പുറത്താണ് നമ്മുടെ എന്താ പറയുക ചട്ടി ഉണ്ടല്ലോ, ചട്ടീനല്ലോ വേറെന്തോ പറയുമല്ലോ ഇതിനെ. ഞാനിവിടെ ചട്ടി എന്ന് പറഞ്ഞത്, ചട്ടിയൊക്കെ എടുത്തു നമ്മുടെ വർക്ക് ഏരിയയിലായിരുന്നു എന്ന് വെച്ചാൽ. അപ്പോൾ അവിടെ നിന്ന് പോയി എടുത്തിട്ട് വന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴേക്കും ലോക്കിയുടെ റസ്കൊക്കെ പാക്കറ്റിൽ അങ്ങനെ തന്നെ ഇരിക്കുക. അതൊക്കെ നേരെ എടുത്ത് ടിന്നിലേക്ക് ഇട്ടു. അതൊക്കെ അങ്ങ് ഒതുക്കി വെച്ചു. കാരണം ഞാനൊരു 8 മണി കഴിയുമ്പോഴേക്കും നമ്മൾ അമൃത എത്തോട്ടാ. അമൃതയുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെയാണ്. പക്ഷേ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും അവളെ ചില ദിവസമൊക്കെ ഞാനിവിടെ പിടിച്ച് കിടത്തും. പിറ്റേ ദിവസമൊക്കെ പോകത്തുള്ളൂ. അവളും പിള്ളേരും കൂടി ഇവിടെ കിടക്കുകയൊക്കെ ചെയ്യോട്ടെ. അങ്ങനെയൊന്നുമില്ല, സമയമൊന്നുമില്ല അവൾക്ക്. സമയമൊക്കെ പറഞ്ഞാൽ അവളോട് വന്നെങ്കിലും സമയമൊന്നുമില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് കുറച്ച് തേങ്ങാപ്പാൽ, അപ്പോൾ വിചാരിക്കും ഞാൻ തേങ്ങ ഇരട്ടി പാലെടുത്താണ്. ഞാൻ ഭയങ്കര മടിച്ചാണ്. ഞാനിപ്പോൾ റെഡിമെയ്ഡ് മറ്റേ കോക്കനട്ട് പൗഡർ ഉണ്ടല്ലോ, അപ്പോൾ അതെടുത്ത് മിക്സ് ചെയ്ത് വെച്ചാണ് കേട്ടോ. രാവിലെ ധൃതിപ്പണിക്കൊക്കെ നല്ലതാണ്. പക്ഷെ എന്നാൽ ഇന്നൊരു തിരക്കില്ലാത്ത ദിവസമാണ്. പക്ഷേ നിങ്ങൾ ഈ കാണുന്ന പോലെ എൻ്റെ കൈ കണ്ടിട്ടുണ്ടാവില്ല അല്ലേ, കൈയുടെ അവിടെ കാൽസ്യം ഫോം ചെയ്തിട്ട് ഭയങ്കര വേദനയാണ്. അപ്പോൾ കൈ ഇങ്ങനെ എടുത്തുള്ള കുറേ പരിപാടികൾ എനിക്ക് പറ്റാറില്ല. അപ്പോൾ അതുകൊണ്ട് മാക്സിമം അതിനങ്ങ് റെസ്റ്റ് കൊടുക്കും. ഇങ്ങനെയുള്ള പണികൾ ഇപ്പോൾ ടെന്നീസ് എൽബോ അങ്ങനെയൊക്കെ ഉള്ളവർ ആരെല്ലാം കേൾക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം റെസ്റ്റ് കൊടുക്കാതെ നിവർത്തിയില്ല. പക്ഷെ എന്നാൽ ഈ കോക്കനട്ട് പൗഡർ അങ്ങനെയുള്ള സാധനങ്ങൾ ശരീരത്തിന് നല്ലതുമല്ല, വേറെ പണി വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ കരുതി എന്തായാലും നമ്മൾ ചാവും, മുല്ലപ്പെരിയാറ് നമ്മുടെ തലക്ക് മുകളിലല്ല ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളെന്തായാലും ചാവും, അപ്പോൾ തിന്നിട്ട് മരിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ സ്റ്റൂവിന് മിക്കവാറും ആരും നെയ്യ് ചേർക്കാറില്ല. പക്ഷേ ഉണ്ടാക്കുന്ന ആൾക്കാർ കുറച്ച് നെയ്യും നമ്മൾ എന്താണോ ഓയിൽ ഉപയോഗിക്കുന്നത് ആ ഓയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ
നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ഈ സ്റ്റൂ ഉണ്ടാക്കുമ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ചേർക്കാറുണ്ട് വേറെ, പക്ഷെ അതൊന്നില്ല, നിന്റെ അടുത്ത് ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ ചേർക്കാഞ്ഞ്. അപ്പോൾ ഇതിപ്പോൾ അന്നമ്മയ്ക്ക് ഒരു സ്റ്റൂ വേണം, അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, നമ്മളുടെ ബീഫിൽ പച്ചമുളകും ഉപ്പും മാത്രം ഇട്ടാണ് വേവിക്കണത്. അത് പച്ചമുളക് എത്രത്തോളം എരിവ് വേണം അത്രയും പച്ചമുളക് ഇട്ടിട്ടാണ് നമ്മൾ വേവിച്ചത്. അല്ലാതെ പൊടികളൊന്നും ഇടരുത്, മഞ്ഞപ്പൊടി ഒട്ടും ഇടരുത്, കാരണം ഇതൊരു വെള്ളക്കറിയാണ്. അപ്പോൾ അതിൽ പച്ചമുളകും ഉപ്പും ഇട്ട് വേവിച്ച് ഇതിൽ സവാളയും നമ്മളെ 2 കരയാമ്പും ഒരു 2-3 ഏലക്കായയും പട്ടയും ഒക്കെയാണ് ആദ്യം ഇട്ടത് കേട്ടോ. എന്നിട്ടാണ് ഈ സവാള ഇട്ടത്. നമ്മൾ പിന്നെ ഇതിൽ പൊടികൾ എന്ന് പറയാനായിട്ട് കുറച്ച് കുരുമുളക്, ഒരു നുള്ള് മസാല പൊടി, കാരണം ഇച്ചിരി ഒരു മസാല ഫ്ലേവർ ഇല്ലെങ്കിലോ എന്നുള്ളൊരു ഒരു മനസ്സമാധാനത്തിന് വേണ്ടി ഇട്ടതാണ്. ശരിക്കും പറഞ്ഞാൽ പട്ടയൊക്കെ ഇടുന്നതിന് ഫ്ലേവർ വരും. അപ്പോൾ ഇത് അങ്ങോട്ട് ഇടുക. വേറെ പൊടികളൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. മസാല കുറച്ചിട്ടിട്ടുണ്ട്, കുരുമുളക് ഇട്ടിട്ടുണ്ട്, മഞ്ഞപ്പൊടി ഇട്ടിട്ടില്ല, മഞ്ഞക്കറി അല്ല ഇത്. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്യും. എന്നിട്ട് ഞാൻ ചെയ്യാറ് കുറച്ച് അണ്ടിപ്പരിപ്പ് ഉണ്ടായിരുന്നില്ല ഇവിടെ. അപ്പോൾ അണ്ടിപ്പരിപ്പ് കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കട്ടിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്ത് അത് അരച്ച് വെക്കും. അണ്ടിപ്പരിപ്പ് അരച്ച് വെച്ചിട്ട് അത് മിക്സ് ചെയ്യും. പക്ഷെ ഇല്ലാത്തതുകൊണ്ട് ഇട്ടില്ല. അപ്പോൾ ഇപ്പോൾ തേങ്ങാപ്പാലം ഒഴിച്ചു. അപ്പോൾ നിങ്ങൾ ആദ്യം ഇത് കഴിച്ചു നോക്കുമ്പോഴേ എന്തെങ്കിലും ഒരു എരിവിൻ്റെ കുറവൊക്കെ തോന്നുകയാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി മേളിലിടാം കേട്ടോ. ഇത് ഭയങ്കര എരിവുള്ളൊരു കറിയൊന്നുമല്ല, എന്നാലും നമ്മളുണ്ടാക്കുമ്പോൾ ഒരു പച്ചമുളകിൻ്റെ ഇച്ചിരി കൂട്ടിയിടെങ്കിൽ ചെറിയൊരു എരിവ് കിട്ടും. അല്ലാതെ മുളക് പൊടിയോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും വാരിയിടരുത്. ആകെ ഇച്ചിരിക്കുള്ള മസാലപ്പൊടിയും കുരുമുളക് പൊടിയും മാത്രമേ ആവശ്യമുള്ളൂ. ലാസ്റ്റ് ശരിക്കും പറഞ്ഞാൽ ഈ കറിക്ക് കറിവേപ്പില ഇടാൻ പാടില്ല. കറിവേപ്പിലിട്ട് ഇപ്പോൾ വേറൊരു ഫ്ലേവറായിട്ട് മാറും. അപ്പോൾ ഞാൻ കുറച്ച് മല്ലിയില ഉണ്ടായിരുന്നു, ആ മല്ലിയില എടുത്തിട്ട് ചെയ്തട്ടോ. എന്തായാലും വൈറ്റല്ലേ ടൈൽ. അപ്പോൾ എൻ്റെ ഒരു വക അവൾ വന്നിട്ട് പിന്നെ ക്ലീൻ ചെയ്തോളൂ കേട്ടോ. ഞാനൊക്കെ തുടച്ചിട്ടിട്ട് ഞാൻ എന്ത് ചെയ്ത്, നമ്മൾ നേരത്തെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചില്ലേ, അതെടുത്ത് അങ്ങ് മുഖത്തിടാൻ കരുതി. ഈ സാധനത്തിൻ്റെ ഗുണം എന്താണെന്നറിയാവോ? നമുക്കിപ്പോൾ എവിടെയെങ്കിലും പോവാനുണ്ട്, നമ്മളെ ഫേസിൽ ഇങ്ങനെ ഒരു തരി പോലെയൊക്കെ ഒരു തരി പോലത്തെ കുരുവോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ സാധനം അങ്ങ് തേച്ച് കഴിഞ്ഞിട്ട് ഒരുപാട് ഹാർഡായിട്ട്, ഇപ്പോൾ സ്ക്രബ് ഉപയോഗിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് ഹാർഡായിട്ട് കഴുകാൻ നേരത്ത് ചെയ്യരുത്, മനസ്സിലായ? പിന്നെ ഞാൻ ഇതിൽ ഈ ആലം പൗഡർ ഇട്ടേക്കണോണ്ട് തന്നെ നമുക്ക് വായ പോയിട്ടുണ്ടെങ്കിൽ ഒരു പുളി ഉണ്ടാവും കേട്ടോ. അപ്പോൾ വായ പോകാൻ നോക്കാം. പിന്നെ എല്ലാ വീട്ടിലും ഒരു ഡൈനിങ് ടേബിൾ ഉള്ളവർക്ക് ഡൈനിങ് ടേബിളിൽ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടാവും. ഈ വീട്ടിലും അങ്ങനെ തന്നെയാണ്. എല്ലാ ദിവസവും നമ്മൾ ഈ സാധനങ്ങളൊക്കെ കൃത്യ സ്ഥലത്ത് കൊണ്ട് വെക്കും. പക്ഷെ നമ്മൾ ഉൾപ്പെടെ എല്ലാവരും പല സ്ഥലത്താക്കും എല്ലാ ദിവസവും അത് വീണ്ടും അതിൻ്റെതായ സ്ഥലത്ത് കൊണ്ട് വെക്കും. നെക്സ്റ്റ് ഡേ അതുപോലെ തന്നെ ഇത് വരും. ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് കൈയോടെ എടുക്കണ സ്ഥലത്ത് അങ്ങ് വെച്ചാൽ പോരെ, അപ്പോൾ ഇത്രയും പണിയില്ലല്ലോ എന്ന്. അങ്ങനെയൊക്കെ ശീലിക്കുന്നവരുണ്ടാവും കേട്ടോ. പക്ഷെ ഞാൻ എന്താണെന്നാവോ, കുറച്ചൊക്കെ നമുക്ക് ഒരു ഡിസോർഡർ ആയിട്ട് കിടക്കണ്ടേ. അല്ലാതെ നമുക്ക് പുറത്ത് പോയിട്ട് ഓഫീസിൽ പോയിട്ടൊക്കെ ഒന്നും ഇത് ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മുടെ വീട്ടിലല്ലേ ഇങ്ങനെ ചെറിയൊരു ഡിസോർഡറൊക്കെ ആക്കി പറ്റത്തുള്ളൂ. അപ്പോഴേക്കും നമ്മുടെ അന്നാമ്മ അവിടെ എണീറ്റ്, അന്നാമ്മ കുറേ ക്രയോൺസും ബുക്കായിട്ടാണ് അവളുടെ ജീവിതം തന്നെ കളർ ചെയ്ത് ആ പരിപാടിയാണ്. അപ്പോൾ ഞാനിത് അന്നാമ്മനോട് പറഞ്ഞു, അന്നാമ്മ ആ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ജനലൊക്കെ തുറന്നിട്ടാൽ മതി, കറണ്ട് ബില്ലൊക്കെ ഭയങ്കര കൂടുതലാണെന്നൊക്കെ പറഞ്ഞ് പിറുപിറുത്തിട്ടാണ് ലൈറ്റൊക്കെ ഓഫ് ചെയ്തത്. ഞാൻ ഇവിടെ നിന്നൊക്കെ പറക്കി ഓരോ സാധനങ്ങളും കൊണ്ടുപോയി ഓരോ സ്ഥലത്ത് വെക്കുവാണ്. ഈ സാധനങ്ങളൊക്കെ പിന്നെയും പിറ്റേ ദിവസം അവിടെ തന്നെ വരും. അതാണ് എല്ലാ വീട്ടിലും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്നാണ് വിചാരിക്കും. ചില വീടുകളൊക്കെ കറക്റ്റ് ആയിരിക്കും കേട്ടോ. ഞാൻ എന്ത് ചെയ്ത്, അവിടെ നിന്ന് നല്ല വെയിൽ വരും, ഉദിപ്പ് വെയിൽ. അപ്പോൾ നമ്മൾ പ്ലാന്റിനൊക്കെ ഡയറക്റ്റ് കുറച്ച് അധികം വെയിൽ കിട്ടണ്ട, എന്നാൽ ഇതുപോലെ ഉദിപ്പ് വെയിൽ കിട്ടിയാൽ മതി. ഇത് അന്നാമ്മയുടെ കലാവിരുദ്ധാണ്. അപ്പോൾ അവളുടെയൊക്കെ ഒരേ പേപ്പർ കിടക്കണ്ടായിരുന്നു, അതിനെയൊക്കെ പറക്കിയെടുത്ത് വെച്ചു. അതൊന്നും ഞാൻ കളയാറില്ല കേട്ടോ. പുള്ളിക്കാരി എന്താണെങ്കിലും നമ്മളെ മക്കളല്ലേ, അതിങ്ങനെ വരച്ച് വെക്കുന്നതല്ലേ. ഞാൻ നോക്കിയപ്പോൾ 1-2 മീശോൻ്റെ പാക്കറ്റൊക്കെ അവിടെ ഒന്ന് കിടക്കുന്നുണ്ട്, നോക്കിയിട്ടില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, നടയിലെ ലൈറ്റൊക്കെ ഇട്ടിട്ട് എൻ്റെ ഒരു പരിപാടിയാണ് ഇടക്ക്. ഇങ്ങനത്തെ വിശ്വാസങ്ങളൊക്കെ ഉണ്ടോയെന്ന് അറിയത്തില്ല. പക്ഷേ എനിക്ക് ഭയങ്കര ധൈര്യമാണ് ഇങ്ങനെ വചനപ്പെട്ടിന്ന് ഒരു ഇത് എടുത്തു നോക്കുമ്പോൾ പുള്ളി അങ്ങ് പറയുതേ നോക്കിയേ, കർത്താവിൽ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അങ്ങനെ എന്താണ് കിട്ടിയത് കേട്ടോ. അപ്പോൾ അതൊരു സമാധാനം നമുക്ക് അല്ലേ. എനിക്ക് അതൊക്കെ ഒരു മനസ്സിൻ്റെ ഒരു ധൈര്യമുണ്ട്. അത് ഓരോരുത്തരുടെ വിശ്വാസവും കാര്യങ്ങളൊക്കെയാണ്. അവരവരുടെ വിശ്വാസം കുറുകെ പിടിച്ച് പോകുന്നത് നല്ലൊരു കാര്യം തന്നെയായിട്ട് തോന്നുന്നത്. പുറത്തേക്ക് കണ്ടോ നമ്മുടെ ഒരു വാത്സ്യം എന്നല്ലേ പറയുന്നത്, വാത്സ്യം നല്ല റെഡായിട്ടുള്ള അത് ഉണ്ടായിട്ടുണ്ട്. ഋഷി കണ്ടോ, ഋഷിക്ക് രാവിലെ ഒരു ഉറക്കം മസ്റ്റാണ്. ഒരു 10 മണിക്ക് അവൻ ഉറക്കം തുടങ്ങിയ ഉച്ചയ്ക്ക്. പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് അത്യാവശ്യം നല്ലോണം വേണം അവന്. ആ ഉച്ചയ്ക്ക് ഫുഡാണ് അവൻ മനസ്സറിഞ്ഞ് കഴിക്കുന്നത്. ബാക്കിയൊക്കെ എനിക്ക് വേണ്ടി കഴിക്കുന്ന പോലെയാണ്. ആള് ഭയങ്കര മടിയനാണ്. ആ ബാൽസ്യം കൊണ്ടാണ് പറഞ്ഞത്. ഇവിടെ കുറേ ഉണ്ട് കേട്ടോ, അത് റെഡ് തന്നെയാണ്. പിന്നെ അപ്പോഴേക്കും ഞാൻ വിചാരിച്ചു നമ്മൾ നേരത്തെ ഇട്ട സാധനം ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ പോയി
ഉണങ്ങിയതൊക്കെ കഴുകി. ഓക്കെ, കണ്ട ഇങ്ങനെ വേണം. ഇതിപ്പോൾ സ്പീഡിലിട്ടുകൊണ്ടാട്ടോ ഞാൻ അത്രയും ഹാർഡായിട്ടൊന്നും ഉരക്കണില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ചെറിയൊരു സ്ക്രബ് പോലെ ഉണ്ടല്ലോ ഇതിൽ തരിക. അപ്പോൾ നമ്മൾ ചുണ്ടിൻ്റെ ഭാഗത്തൊക്കെ ഒന്ന് ഉരച്ചു. ചുണ്ടൊട്ടും ശ്രദ്ധിക്കാത്ത ഒരാളാണ് ഞാൻ. ഏത് സമയവും ലിപ്സ്റ്റിക് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഉരച്ച് ഭയങ്കരമായിട്ട് ഹാർഡായിട്ട് ഉരക്കരുത് കേട്ടോ. എന്നിട്ട് കഴുകി ഞാൻ പിന്നെ ഉപയോഗിക്കുന്നത് കുറേ സിറംസ് ഉണ്ട്. സ്കിൻ കെയറിൻ്റെ കുറേ സാധനങ്ങൾ ഞാൻ പിന്നീട് ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. ഇപ്പം നമ്മളുടെ സ്കിൻ നോക്കിയിട്ട് സ്കിന്നിന് ഓരോ, ഇന്ന് കുരുവുള്ള സ്കിന്നാണെങ്കിൽ പിറ്റേ ദിവസം കുരുപൊട്ടി മാർക്കായിട്ടുണ്ടാവും. പിന്നത്തെ ആഴ്ച ചിലപ്പോൾ ഒരു കുഴപ്പമില്ലാതെ നോർമൽ സ്കിന്നിലിരിക്കുന്നുണ്ടാവും. പിന്നത്തെ ആഴ്ച ചിലപ്പോൾ ഓയിലി സ്കിന്നായിരിക്കും. അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുള്ളവർക്ക് പറ്റിയ കുറേ പ്രൊഡക്റ്റുകൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. കുറേ പരീക്ഷണങ്ങൾക്ക് ശേഷം കറക്റ്റ് പ്രൊഡക്റ്റിലേക്ക് എത്തിയ ഒരാളാണ് ഞാൻ. എന്താണെന്നാ ഒരുപാട് സാധനങ്ങളൊക്കെ അങ്ങനെ ഉപയോഗിച്ച് നോക്കാറുണ്ട് കേട്ടോ. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ മിക്കവാറും എല്ലാ പ്രൊഡക്റ്റിനും അതിൻ്റെതായ റിസൾട്ട് കിട്ടൽ ഭയങ്കര കുറവായിരിക്കും. പിന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പറയാം, എന്തൊരു പ്രൊഡക്റ്റിനും അതിൻ്റെ ഒരു ബോട്ടിലെങ്കിലും തീരണം ഒരു റിസൾട്ട് വന്നു തുടങ്ങാൻ. ഇതിപ്പോൾ വൈറ്റമിൻ സി ആണ് കേട്ടോ. വൈറ്റമിൻ സിയുടെ ഉപയോഗം എല്ലാവർക്കും അറിയാമല്ലോ. ചെറിയൊരു ടാനിങ്ങോ അല്ലെങ്കിൽ മാർക്സ് ഒക്കെ കണ്ട, എൻ്റെ കവളത്ത് കുറച്ച് കുരു വന്നതിൻ്റെ മാർക്സ് ഒക്കെ ഉണ്ട്. പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പല കളർ വരില്ലേ. ഇപ്പോൾ ഈ ചുണ്ടിൻ്റെ മേൽഭാഗം സൈഡിലൊക്കെ വേറൊരു കറുപ്പ് പോലെ വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ വേറെ സ്ഥലത്തൊക്കെ ഉണ്ടാവും. പിന്നെ ഈ കൈ കൊണ്ട് കാണിക്കുന്നുണ്ട്. ഇത് ഇപ്പോഴത്തെ ട്രെൻഡാണെന്ന് പറയുന്നുണ്ട് സ്കിന്നിൻ്റെ. ഇങ്ങനെ ഇട്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 30 ദിവസം കൊണ്ടൊക്കെ സ്കിൻ ഭയങ്കര ഗ്ലോ ആവുമെന്ന്. എവിടെ, ഇത് ഒരു ദിവസം കണ്ടേ ഞാൻ കാണിച്ചിട്ടുള്ളൂ. പക്ഷേ നിങ്ങൾ ചെയ്ത് നോക്കട്ടാ. അപ്പോൾ ഞാൻ വൈറ്റമിൻ സി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ ഉണ്ടോ വരട്ടുന്നത്. എല്ലാവരും അങ്ങനെയൊന്നും എനിക്കറിയത്തില്ല. നല്ലതായിട്ടുള്ള വ്ളോഗ് ചെയ്യുന്നവരൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടാവും. നിങ്ങൾ അതൊക്കെ ഫോളോ ചെയ്യട്ടാ. യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റിനെ കുറിച്ച് എനിക്ക് പറയാൻ പറ്റൂട്ടാ. പിന്നെ ഓഫ് കോഴ്സ് എനിക്ക് ഇഷ്ടമുള്ളൊരു മോയ്സ്ചറൈസറാണ്. ഇത് നല്ലതാണ് ആൺപിള്ളേർക്കും പെൺപിള്ളേർക്കും. ഒരാഴ്ച കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് നല്ല വ്യത്യാസം തോന്നും കേട്ടോ. നല്ല ഭംഗിയായിട്ടിരിക്കും സ്കിന്ന്. അപ്പോൾ എന്ത് ചെയ്ത് വൈറ്റമിൻ സി പരട്ടി അതിന് ശേഷം കുറച്ചൊന്ന് അതൊന്ന് വലിയെന്ന് കഴിയുമ്പോൾ മോയ്സ്ചറൈസർ പറ്റാം. അപ്പോൾ ചോദിക്കും ഞാൻ ഈ കുളിക്കാതെയും പല്ലേക്കാതെയും ഇതൊക്കെ ചെയ്തു പോകണം എന്താന്ന്. ഇതിപ്പോൾ നിങ്ങളെ കാണിക്കണ്ടേ. ഞാൻ സാധാരണ രാവിലെ ചെയ്യുന്ന സാധനമാണ് ഇത്. നമ്മൾ മുഖം കഴിക്കഴിഞ്ഞ് ചെയ്യുക. കാരണം പിന്നെ പണിയൊക്കെ കഴിഞ്ഞ് എന്തായാലും 2-3 മണിക്കൂർ കഴിയുമ്പോഴല്ലേ നമ്മൾ കുളിക്കാനൊക്കെ പോവുള്ളൂ. എനിക്ക് രാവിലെ കുളി. ഇപ്പോൾ രാവിലെ എനിക്ക് എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ മാത്രമേ ഞാൻ കുളിച്ചിട്ട് പോകത്തുള്ളൂ. അല്ലെങ്കിൽ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞുള്ള നേരത്തൊക്കെ ചിലപ്പോൾ കുളിക്കത്തുള്ളൂ. പ്രത്യേകിച്ച് സമയമൊന്നുമില്ല. അപ്പോൾ ചോദിക്കും ഇപ്പം എന്തിനാണ് ഈ ലിപ്സ്റ്റിക്ക് ഇട്ടത്, സ്കിൻ കെയർ ഒക്കെ. ഈ ലിപ്സ്റ്റിക്ക് ഞാൻ പുതിയത് വാങ്ങിച്ചതാണ്. അടിപൊളി ലിപ്സ്റ്റിക്കാണ് കേട്ടോ. അതായത് വെള്ളാമ്പിച്ചിരിക്കുന്ന സ്കിന്നിനും ഇരുനിറക്കായിരിക്കും. ഈ പറഞ്ഞ കറുപ്പ് ഉള്ളവർക്കും എല്ലാവർക്കും നല്ലതാണ്. കാരണം ഞാൻ ഈ സ്കിൻ ടോണിനെ കുറിച്ച് ഒന്നും ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. എനിക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്കിൻ വേണം എന്ന് ആഗ്രഹമുള്ള ഒരാളാണ് കേട്ടോ. നമ്മളപ്പോൾ വെളുത്തിട്ടാണ് കറുത്തിട്ടാണ് അങ്ങനെ ഒന്നുമില്ല. എൻ്റെ സ്കിൻ എന്ന് പറഞ്ഞാൽ ഇതേ ഇപ്പോൾ ലൈറ്റിൻ്റെ മുകളിൽ ഇരുന്നുകൊണ്ടാണ് ഇത്രയും വെളുത്തിരിക്കുന്നത്. ഞാൻ വെളുത്തിട്ടല്ല, ഒരു മീഡിയം സ്കിൻ ടോണാണ്. കുറേ കുത്തുമ്പോൾ അടക്കം ഉള്ളൊരു സ്കിൻ, ഓയിലി പ്രശ്നങ്ങളുള്ളൊരു സ്കിന്നാണ് കേട്ടോ. അപ്പോൾ എന്നെപ്പോലെ ഉള്ള ടാൻ ഒരു മീഡിയം സ്കിന്നിനൊക്കെ പറ്റിയ അടിപൊളി ലിപ്സ്റ്റിക്കാണ്. പിന്നെ ഞാനിവിടെ രശ്മി വന്നപ്പോൾ രശ്മിക്ക് നല്ല കളറുണ്ട്. അപ്പോൾ അവൾക്ക് ഇതിട്ട് കൊടുത്തപ്പോഴേക്കും ബെസ്റ്റായിരുന്നു. അപ്പോൾ ഈ ലിപ്സ്റ്റിക്ക് ഞാനത് ലിങ്ക് ഇട്ടേക്കാം കേട്ടോ. നമ്മുടെ ഒരു ലിപ്പി എന്നാട്ടാണ് അതിൻ്റെ ഒരു ഷെയ്ഡിൻ്റെ നെയിം. അപ്പോൾ ഞാൻ ഇട്ടേക്കാം കേട്ടോ. അത് വാങ്ങിച്ചോട്ടോ, നല്ലതാണ്. അത് നല്ല ലൈറ്റ് വെയിറ്റ് ആണ്, നല്ല കട്ടിക്കിട്ട പോലെ തോന്നത്തൂല കേട്ടോ. പിന്നെ ഞാൻ എന്ത് ചെയ്ത് ആകെയുള്ള വാലെടുത്ത് കെട്ടിവെച്ചു, വാലാക്കിയതാണ്. ഇപ്പോൾ കട്ട് ചെയ്തല്ലോ ഞാൻ, ഹെയർ കുറച്ച് കട്ട് ചെയ്തു, കുറച്ച് കളറൊക്കെ ചെയ്തായിരുന്നു. എന്നിട്ട് എന്ത് ചെയ്ത് കുറച്ച് പേരാണെങ്കിൽ ഞാനിങ്ങനെ പൊട്ടുവിടാതിരിക്കുമ്പോഴേക്കും പൊട്ട് തൊട്ട് ചേച്ചി എന്ന് പറയും. അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ പൊട്ട് ഡെഡിക്കേറ്റ് ചെയ്തു. നേരെ പൊട്ടൊക്കെ തൊട്ട് അന്നാമ പോയപ്പോഴേക്കും ബ്രഷൊക്കെ ചെയ്ത് നമ്മുടെ അന്നാമ അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളിയാണ്. പിന്നെ ഇപ്പോൾ എഴുന്നേറ്റ് പോകുന്നുണ്ട്. എല്ലാ അമ്മമാർക്കും ഉള്ളതാണ്. ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ എന്തെങ്കിലും അടുക്കളയിലുണ്ടാവും. ഞങ്ങൾ അമ്മമാരെ എഴുന്നേറ്റ് പോകും, എന്നിട്ട് അതൊക്കെ ഓഫ് ചെയ്ത് പിന്നെയും വന്നിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇതാണ് എൻ്റെ രാവിലത്തെ ഒരു